ഒരു ലോഡ് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, ടാസ്കുകളൊക്കെ കുന്നുകൂടി കിടക്കുന്നുണ്ടാവും. പക്ഷേ എന്നാലും മടി പിടിച്ച് ചുമ്മാ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അത് വല്ലാത്തൊരു ഫീലിംഗ് ആണല്ലേ. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇമ്പോസിബിൾ ആയിട്ട് തോന്നും. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് കുറച്ച് ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു മാജിക്കൽ ഫോഴ്സ് ആണ് എന്നൊക്കെയാണ്. പക്ഷേ അല്ല, അത് ശരിക്കും ഒരു സ്കില്ലാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിലും ബിൽഡ് ചെയ്യാൻ പറ്റും. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന 6 സയൻസ് ബാക്ക്ഡ് ഹാക്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് അച്ചീവ് ചെയ്യണമെങ്കിലും, അതിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാവാം, നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യുന്നതാവാം, ഈവൻ റൂം ഒന്ന് ക്ലീൻ ചെയ്യുന്നതും ആവാം, ഈ പറയുന്ന മെത്തേഡ്സ് അതിനെല്ലാം ഹെൽപ്പ് ചെയ്യും. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. ഹാക്ക് നമ്പർ 1, ദ 2-minute റൂൾ. ശരിക്കും ഉണ്ടല്ലോ, നിങ്ങളുടെ ബ്രെയിന് ഡിസ്കംഫോർട്ട് അവോയ്ഡ് ചെയ്യുന്ന രീതിയിലാണ് വയേർഡ് ആയിട്ടുള്ളത്. അതായത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബ്രെയിനിന് ഭയങ്കര മടിയാണ്, അതൊട്ടും ഇഷ്ടമല്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു ഹാർഡായിട്ടുള്ള കാര്യം ചെയ്യണം എന്ന് വിചാരിക്കുന്നോ, ബ്രെയിൻ അപ്പം തന്നെ അതിനെ ഒന്ന് റെസിസ്റ്റ് ചെയ്യും, തടയാൻ ശ്രമിക്കും. ബട്ട് അതിനൊരു ലൂപ്പ് ഹോൾ ഉണ്ട്. അതാണ് 2-minute റൂൾ. നിങ്ങൾക്ക് എന്ത് ടാസ്ക് ആണോ ഉള്ളത് അത് ജസ്റ്റ് 2 മിനിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ ഇത് ശരിക്കും 2 മിനിറ്റ് ചെയ്ത് ടാസ്ക് അവസാനിപ്പിക്കുക എന്നല്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റിച്വലാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യണം എങ്കിൽ ഡെയിലി 1 hour വർക്കൗട്ട് ചെയ്യും എന്നതിന് കമ്മിറ്റ് ആവുന്നതിന് പകരം ആ വർക്കൗട്ട് ചെയ്യുന്ന ക്ലോത്ത്സ് എടുത്തിടാനായിട്ട് ഒന്ന് കമ്മിറ്റ് ആവുക. ദാറ്റ്സ് ഇറ്റ്. പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ട് ചെയ്തോളും. ഒരു ബുക്ക് എഴുതാൻ താല്പര്യമുണ്ടോ എങ്കിൽ ഒരു ചാപ്റ്റർ മുഴുവൻ ഒറ്റയിരിപ്പിന് എഴുതണം എന്നതിന് പകരം ഒരു സെൻറ്റൻസ് എഴുതണം എന്ന് വിചാരിച്ചിട്ട് എഴുതാനിരിക്കുക. അതായത് ഒരു സ്റ്റാർട്ടിംഗ് റിച്വലാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ട് വർക്കാവും എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ബ്രെയിന് ചിന്തിക്കുന്നതിനും ചെയ്യുന്നതിനും തമ്മിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഗ്യാപ്പ് ചെറുതാവും തോറും റെസിസ്റ്റൻസ് കുറയും. ആൻഡ് വൺസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, ദെൻ മൊമെൻറ്റം ബിൽഡ് ആവും. വർക്കൗട്ട് ചെയ്യുന്ന ക്ലോത്ത്സ് ഇട്ടുകൊണ്ട് വെറുതെ നിങ്ങൾ ചെയറിലിരിക്കില്ലല്ലോ, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ട് ചെയ്യാൻ തോന്നും. സോ ഇതിപ്പോൾ തന്നെ ട്രൈ ചെയ്യാം. നിങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടാസ്ക് പിക്ക് ചെയ്യുക, ദെൻ അതിൻ്റെ ഒരു 2-minute സ്റ്റാർട്ടിംഗ് ആക്ഷൻ നിങ്ങൾ ഉണ്ടാക്കുക. അതിപ്പോൾ ഒന്ന് എഴുതി വയ്ക്കുക, ദെൻ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അത് ചെയ്യാം. ഹാക്ക് നമ്പർ 2, എൻവയോൺമെൻറ്റ് ഡിസൈൻ. നിങ്ങളുടെ ഗോൾസുമായിട്ട് വളരെ വലിയൊരു കണക്ഷനാണ് നിങ്ങളുടെ എൻവയോൺമെൻറ്റിനുള്ളത്. പല ആൾക്കാരും വിൽ പവർ വെച്ച് എൻവയോൺമെൻറ്റിനെ ഓവർകം ചെയ്യാൻ നോക്കും. പക്ഷേ സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ അവരുടെ എൻവയോൺമെൻറ്റിനെ റീഡിസൈൻ ചെയ്യും. സോ വിൽ പവറിൻ്റെ ആവശ്യം വരില്ല. നിങ്ങൾക്ക് കൂടുതലായിട്ട് ബുക്സ് വായിക്കണോ, ദെൻ നിങ്ങൾക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള കൂടുതൽ സ്ഥലങ്ങളിലും ബുക്സ് വയ്ക്കുക ആൻഡ് ഫോൺ എടുക്കുന്നത് കുറയ്ക്കാം. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണോ, ദെൻ ഫ്രൂട്ട്സ് എടുത്ത് ടേബിളിൽ വയ്ക്കുക ആൻഡ് ജങ്ക് ഫുഡ് എടുക്കാൻ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള സ്ഥലത്ത് വയ്ക്കുക. നിങ്ങൾക്ക് നാളെ എക്സസൈസ് ചെയ്യണോ, ദെൻ ഇന്ന് നൈറ്റ് തന്നെ നാളേക്ക് വേണ്ട ഡ്രസ്സൊക്കെ എടുത്തു വയ്ക്കാം, വർക്കൗട്ട് ഡ്രസ്സസ്. അങ്ങനെ എൻവയോൺമെൻറ്റ് നിങ്ങളെ നിങ്ങളുടെ ഗോളിലേക്ക് കൂടുതലായിട്ട് അടുപ്പിക്കുന്നതാവണം. ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ പറഞ്ഞുതരാം. ആക്ടിവേഷൻ എനർജി ബാരിയേഴ്സ്. നല്ല ഹാബിറ്റ്സ് ചെയ്യാനായിട്ട് ഈസി ആക്കുക ആൻഡ് ബാഡ് ഹാബിറ്റ്സ് ചെയ്യാനായിട്ട് ഹാർഡ് ആക്കുക. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണോ എങ്കിൽ സോഷ്യൽ മീഡിയ ആപ്സ് നിന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് അത് ഹോം സ്ക്രീനിൽ നിന്നും ഡിലീറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ സോഷ്യൽ മീഡിയ എടുക്കണമെങ്കിൽ ദെൻ അഗെയിൻ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടി വരും. ഇറ്റ് മേക്സ് ഇറ്റ് ഹാർഡ്. എൻ്റെ ഡെസ്ക് ഞാൻ റീഡിസൈൻ ചെയ്തു. എൻ്റെ ഡെസ്കിൽ എപ്പോഴും 2 ബുക്സ് ഉണ്ടാവും. ഒന്ന് എൻ്റെ ഒരു പ്ലാനറാണ്, ഡെയിലി വീക്ക്ലി മന്ത്ലി ഗോൾസ്, അതെൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതാണ്. രണ്ടാമത്തേത് ഒരു നോട്ട് ടേക്കിംഗ് ബുക്കാണ്. ഞാനിപ്പോൾ ഒരു ഓൺലൈൻ കോഴ്സിൽ എൻറോൾ ചെയ്തു, ഒരു സ്കില്ല് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ട്സ് എടുക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ബുക്കാണത്. സോ അതുപോലെ നിങ്ങളുടെ ഗോൾ എന്താണെന്ന് നോക്കുക, ദെൻ അതിന് വേണ്ട കാര്യങ്ങളെ ഈസി ആക്കുന്ന രീതിയിൽ എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യാം. ഹാക്ക് നമ്പർ 3, ദ കംപ്ലീഷൻ ഡോപ്പമൈൻ ലൂപ്പ്. ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ബ്രെയിനിൽ ഡോപ്പമൈൻ റിലീസ് ആവുന്നുണ്ട്. ബട്ട് ഹിയർ ഇസ് ദ സീക്രട്ട്. നിങ്ങൾ ചെയ്യുന്ന ടാസ്ക് എത്ര ചെറുതായാലും അതും കൗണ്ട് ചെയ്യും. സോ ഈ സിസ്റ്റത്തെ നിങ്ങൾക്ക് ഹാക്ക് ചെയ്യാം. ഒരു കംപ്ലീഷൻ കാസ്കേഡ് ക്രിയേറ്റ് ചെയ്യാം. അതായത് നിങ്ങളുടെ വലിയ ഗോളിനെ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് ബ്രേക്ക് ചെയ്യുക, ദെൻ ഓരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, ദെൻ ഓരോന്നായിട്ട് ടിക്ക് ചെയ്യുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി ഒരു അക്കംപ്ലിഷ്മെൻറ്റ് ഫീലിംഗ് ബ്രെയിനിനുണ്ടാവും. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ദെൻ ഒരു വീഡിയോ ഉണ്ടാക്കുക എന്നൊറ്റ ടാസ്ക്കായിട്ട് കൊടുക്കാതെ ഞാനത് ബ്രേക്ക് ചെയ്ത് ചെറിയ ടാസ്കുകളാക്കും. ആദ്യം ടോപ്പിക് കണ്ടുപിടിക്കുക, ദെൻ റിസർച്ച് ചെയ്യുക, ദെൻ സ്ക്രിപ്റ്റ് എഴുതുക, ദെൻ വോയിസ് ഓവർ കൊടുക്കുക, ദെൻ വീഡിയോ എഡിറ്റ് ചെയ്യുക, ദെൻ തംബ്നെയിൽ ഉണ്ടാക്കുക, ദെൻ ഫൈനലി വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇങ്ങനെ എൻ്റെ ആ വലിയ ടാസ്കിനെ ഞാൻ ബ്രേക്ക് ചെയ്ത് ചെറിയ ടാസ്കുകളാക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഈസി ആവും. ട്രസ്റ്റ് മീ, ഇറ്റ് വർക്ക്സ്.
ഹാക്ക് നമ്പർ 4, ദി അക്കൗണ്ടബിലിറ്റി മിറർ. മിക്ക ആളുകളും വിചാരിക്കുന്നത് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളോട് നിങ്ങളുടെ ഗോൾസ് പറയുക എന്നാണ്. അത് ശരിക്കും എക്സ്റ്റേണൽ അക്കൗണ്ടബിലിറ്റി ആണ്. ആൻഡ് അത് ആക്ച്വലി വീക്കാണ്, ബിക്കോസ് അത് മറ്റുള്ളവരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇന്റേണൽ അക്കൗണ്ടബിലിറ്റി ആണ് വേണ്ടത്. അതാണ് സ്ട്രോങ്, ബിക്കോസ് അത് നിങ്ങളെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ഇതാണ് ചെയ്യേണ്ടത്. എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങൾ 3 ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. 1, ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്യണം എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്? 2, ഞാൻ അതിൽ ഏതൊക്കെ കംപ്ലീറ്റ് ചെയ്തു? 3, നാളെ എനിക്ക് എന്ത് ഡിഫറൻസ് ആണ് കൊണ്ടുവരാൻ സാധിക്കുക? ബി ഓണസ്റ്റ് ആൻഡ് ബി സ്പെസിഫിക്. നിങ്ങളിപ്പോൾ വർക്കൗട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചു, പക്ഷേ ചെയ്തില്ല. അങ്ങനെ ആവുമ്പോൾ എക്സ്ക്യൂസസ് പറഞ്ഞിരിക്കരുത്. നിങ്ങൾക്ക് പറ്റിയ തെറ്റ് ആക്സെപ്റ്റ് ചെയ്യുക ആൻഡ് അത് നാളെ ചെയ്യാനായിട്ട് കമ്മിറ്റ് ആവുക. കണ്ണാടി ഒരിക്കലും കള്ളം പറയില്ല, സോ നിങ്ങളും കള്ളം പറയരുത്. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. കാരണം എവ്രി സിംഗിൾ ഡേ, ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാണ്. യു കാൺ ഫൂൾ യുവർ സെൽഫ് വെൻ യു ആർ ലുക്കിംഗ് അറ്റ് യുവർ സെൽഫ്. മിക്ക ആൾക്കാരും ഡിസ്കംഫോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ബട്ട് ശരിക്കും ഡിസ്കംഫോർട്ട് എന്നത് ഡാറ്റയാണ്, ഇൻഫർമേഷനാണ്. ഡിസ്കംഫോർട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്ന്. ഹാക്ക് നമ്പർ 5, ദി എനർജി ഓഡിറ്റ്. മോട്ടിവേഷൻ ശരിക്കും കംപ്ലീറ്റ്ലി മെൻ്റൽ ആയിട്ടുള്ളൊരു കാര്യമല്ല, അത് ശരിക്കും ഫിസിക്കൽ കൂടിയാണ്. നിങ്ങൾക്ക് ദിവസത്തിൽ ഉടനീളം ഉണ്ടാകുന്ന എനർജി ഡയറക്റ്റ്ലി നിങ്ങളുടെ മോട്ടിവേഷൻ ലെവൽസിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മിക്ക ആളുകളും ഈ കാര്യം അങ്ങോട്ട് അവോയ്ഡ് ചെയ്യും. അതാണ് പ്രോബ്ലം. നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഒരാഴ്ചത്തേക്ക് നിങ്ങളുടെ എനർജി ലെവൽസ് ഒന്ന് ട്രാക്ക് ചെയ്യാം. അതായത് ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും നിങ്ങളുടെ എനർജി ഒന്ന് റേറ്റ് ചെയ്യുക. 1ൻ്റെയും 10ൻ്റെയും ഇടയിൽ ഒന്ന് റേറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ എന്തൊക്കെ കഴിച്ചു, എത്ര ഉറങ്ങി, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ ചെയ്തത്, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഒരാഴ്ച മതി. അപ്പം നിങ്ങൾക്ക് പല പാറ്റേൺസ് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ മിക്ക ആളുകളും രാവിലത്തെ സമയത്ത് നല്ല എനർജി ആയിരിക്കും ആൻഡ് ഉച്ചയാകുമ്പോഴേക്കും എനർജി കുറയും. സോ നിങ്ങൾക്ക് ഏറ്റവും ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനർജി ഉള്ള സമയത്ത് ചെയ്യാം. ആൻഡ് ചെറിയ ടാസ്കുകളൊക്കെ എനർജി കുറഞ്ഞ സമയത്തേക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. പക്ഷേ ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ചില ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്ത് കളയും, പക്ഷേ ചില ആക്ടിവിറ്റീസ് നിങ്ങളുടെ എനർജി കൂട്ടും. സോഷ്യൽ മീഡിയയിലൂടെ സ്ക്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യും. ബട്ട് ഒന്ന് നടക്കാൻ പോയാൽ അത് എനർജി റീസ്റ്റോർ ചെയ്യും. ആളുകളോട് ആർഗ്യൂ ചെയ്യുമ്പോൾ എനർജി കുറയും, ബട്ട് മ്യൂസിക് കേൾക്കുമ്പോൾ എനർജി റീസ്റ്റോർ ആവും. സോ നിങ്ങളുടെ ഡേ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി ലെവൽസ് കൂടി നോക്കിയിട്ട് വേണം പ്ലാൻ ചെയ്യാനായിട്ട്. ടൈം മാനേജ്മെൻറ്റ് മാത്രമല്ല, എനർജി മാനേജ്മെൻറ്റും നോക്കണം. സ്ട്രോങ് ആയിട്ടിരിക്കുന്ന നേരത്തേക്ക് എനർജി ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു ബൂസ്റ്റ് വേണ്ട സമയത്തേക്ക് എനർജി റീസ്റ്റോർ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് സ്കെഡ്യൂൾ ചെയ്യുക. ഞാൻ എൻ്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം മോർണിംഗിലാണ് ചെയ്യുക. അപ്പോഴാണ് എനിക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാറ്. ബിക്കോസ് മോർണിംഗ് ടൈമിലാണ് എൻ്റെ എനർജി പീക്ക് ആവുന്നത്. ഹാക്ക് നമ്പർ 6, ദി പ്രോഗ്രസ് ട്രാക്കർ. എന്താണോ മെഷർ ചെയ്യാൻ കഴിയുന്നത് അത് മാനേജ് ചെയ്യാനും ഈസി ആയിരിക്കും. പക്ഷേ കുറേ ആളുകൾക്ക് ശരിക്കും എന്താണ് ട്രാക്ക് ചെയ്യേണ്ടത് എന്നറിയില്ല. ഇൻപുട്സ് ട്രാക്ക് ചെയ്യാതെ അവർ ഔട്ട്കം മാത്രം ട്രാക്ക് ചെയ്യും. സോ നിങ്ങളുടെ ഇൻപുട്സ് ട്രാക്ക് ചെയ്യുക. അതായത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ആക്ഷൻസ്. നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ ഇത് നിങ്ങളുടെ വർക്കൗട്ട്സും കഴിക്കുന്ന ഭക്ഷണവും ട്രാക്ക് ചെയ്യുക, അല്ലാതെ വെയിറ്റ് അല്ല. ഒരു ബിസിനസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെയിലി ആക്ഷൻസ് ട്രാക്ക് ചെയ്യുക. ലൈക്ക് സെയിൽസ് ഗോൾസ്, ക്രിയേറ്റിംഗ് കോണ്ടന്റ്. അതായത് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ടാസ്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അത് ട്രാക്ക് ചെയ്യുക. ഇപ്പം ഞാനൊരു കോഴ്സ് പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, ഞാനത് ഒരു സ്പ്രെഡ്ഷീറ്റ് വെച്ച് ട്രാക്ക് ചെയ്യാറുണ്ട്. ഓരോ ദിവസവും എത്ര നേരം ഞാനത് പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ സ്പ്രെഡ്ഷീറ്റിൽ ട്രാക്ക് ചെയ്യും. ദ കീ ഈസ് കൺസിസ്റ്റൻസി, നോട്ട് പെർഫെക്ഷൻ. നിങ്ങളൊരു ദിവസം മിസ് ചെയ്തു എന്ന് വിചാരിച്ച് ഗിവ് അപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് ഡേ ട്രാക്ക് ചെയ്യുക. പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്ത് ശീലിച്ചാൽ നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടാവും. സോ track your inputs. So that's it. അപ്പോൾ ഈ 6 ഹാക്സ് എന്തൊക്കെയാണ്? The 2-minute rule, environment design, the completion dopamine loop, the accountability mirror, the energy audit and the progress tracker. ഇതെല്ലാം കൂടി ഒറ്റയടിക്ക് ട്രൈ ചെയ്യരുത്. ഒരെണ്ണം പിക്ക് ചെയ്യുക, ദെൻ ഫോളോ ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഇതെല്ലാം ടൂൾസ് ആണ്. ടൂൾസ് കൊണ്ട് ഉപകാരം ഉണ്ടാവണമെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കണം, അല്ലേ? സോ യൂസ് ഇറ്റ്, ട്രൈ ഇറ്റ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.